തമ്പാനൂരിൽ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടിയത് തകരപ്പറമ്പ് റോഡിൽ നിന്നാണ്. 1.5 കിലോമീറ്റർ ഈ മനുഷ്യ വിസർജ്യത്തിനകത്ത്, മാലിന്യത്തിനകത്ത് മുങ്ങി ശ്വാസം കിട്ടാതെ ഒരാൾ മരണപ്പെട്ടതാണ്. അതെങ്ങനെ നമ്പർ 1 ആവും? ആര്യ രാജേന്ദ്രനെ ഇലക്ഷന് വെളിയിലിറക്കേണ്ടതെന്നാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. അവരവരുടെ സ്വന്തം നിലയിൽ ചില വാർഡുകളിൽ പോകുന്നതല്ലാതെ ആര്യ രാജേന്ദ്രൻ എവിടെ എന്നുള്ളത് CPM ആളുകൾ ചോദിക്കുകയാണ്. ഇടതുപക്ഷത്തിനും BJPക്കും വലിയ ഒരു സാമ്പത്തിക കൊഴുപ്പുണ്ട്. ആ സാമ്പത്തിക കൊഴുപ്പിൽ അവരങ്ങ് അവരങ്ങ് ആർമാദിക്കുകയാണ്. ഇത്തവണ 45 വർഷത്തെ ഈ ഭരണം ആളുകൾക്ക് മാറണം എന്നൊരാഗ്രഹമുണ്ട്. അതിനുള്ള പരിഹാരം BJP അല്ല എന്നുള്ളത് ആളുകൾക്കറിയാം. അതുകൊണ്ട് ഇത് കാണുന്ന ഒന്നുകൂടി വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഇടതുപക്ഷക്കാരോടും BJPക്കാരോടും നിങ്ങൾ അങ്ങനെ കൃത്യമായിട്ട് നിങ്ങളെ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യും. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കുറി തീപാറുന്ന പോരാട്ടമാണ് എന്ന് ഏവരും നിരീക്ഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുകയാണ് നഷ്ടപ്രതാപം വീണ്ടെടുക്കുവാനായി. അവരുടെ മേയർ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് KS ശബരിനാഥനാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്ത് പറയുന്നു? കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലേക്ക് വന്നു, ഇത്രയും ദിവസത്തെ പ്രചാരണം. നമുക്ക് വേണമെങ്കിൽ സ്വന്തം തട്ടകമെന്നുകൂടി പറയാം അല്ലേ? അതെ, കവടിയാർ എന്ന് വെച്ചാൽ ഞാൻ താമസിക്കുന്ന ശാസ്താമംഗലത്താണ്. അപ്പോൾ ശാസ്താമംഗലത്തിനോട് മതിൽ ചേർന്നിരിക്കുന്ന സ്ഥലമാണ് കവടിയാർ. പിന്നെ കവടിയാർ എനിക്ക് 2-3 പ്രത്യേകതകളുണ്ട്. ഞാൻ പലയിടത്തും പറയാറില്ലെങ്കിലും ഞാൻ ജനിക്കുന്നത് കവടിയാർ മേഖലയിൽ തന്നെയാണ്. അപ്പോൾ അച്ഛനെന്ന് നോർത്ത് MLA ആയിരുന്നപ്പോൾ ഇപ്പോഴത്തെ കവടിയാർ വാർഡല്ലെങ്കിലും ആ നർമ്മദയുടെ ഓപ്പോസിറ്റുള്ള അവിടെയാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ധാരാളം ബന്ധങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ, എന്നോട് സ്കൂളിൽ പഠിച്ച ആളുകൾ, കോളേജിൽ പഠിച്ച ആളുകൾ, പിന്നെ അവിടുത്തെ എല്ലാ രാഷ്ട്രീയ കാര്യങ്ങൾക്കും ഇതൊന്നും അറിയാതെ പോകുന്ന ഒരാളാണ് ഞാൻ. ഞാൻ അരുവിക്കരയ്ക്ക് പോകുമ്പോഴും ഞാൻ കവടിയാർ വഴിയാണ് പോകുന്നത്. അവിടെ അത്യാവശ്യം കല്യാണങ്ങളുണ്ടെങ്കിൽ, മരണങ്ങളുണ്ടെങ്കിൽ ഒക്കെ എന്നോട് പാർട്ടിക്കാർ വിളിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ബൈ ഇലക്ഷൻ നടന്നപ്പം 2019 നടന്നപ്പോൾ അവിടെ ചാർജ് ഉണ്ടായിരുന്നു. അപ്പം എനിക്കെങ്ങനെയോ കവടിയാറായിട്ട് വളരെ നല്ലൊരു ബന്ധം അവിടുത്തെ ആളുകളായിട്ടെല്ലാം നന്നായിട്ടുണ്ട്. അവിടുത്തെ പ്രശ്നങ്ങളും, ഞാൻ ശാസ്ത്രമംഗലം പോലെ സ്ഥലത്ത് താമസിക്കുന്നതുകൊണ്ട് സമാനമായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങളും സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു ടെറൈൻ തന്നെയാണ് എനിക്ക് കവടിയാർ. ഒരു MLA യിൽ നിന്നും കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലേക്ക് വന്നതുകൊണ്ട് അതിൻ്റെ ഏതെങ്കിലും തരത്തിൽ അതിനെ എങ്ങനെയാണ് മനസ്സിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യിപ്പിച്ചത്? ഇല്ല, നമ്മൾ മാത്രം അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമില്ല. എന്നോട് പാർട്ടി അത് പറഞ്ഞു. ഞാനിവിടെ ഭാഗമായിട്ടിരുന്ന ഒരു കമ്മിറ്റിയിൽ ആ ഒരു തീരുമാനം വന്നപ്പോൾ തീർച്ചയായിട്ടും ഞാനത് ഏറ്റെടുത്തു. അതുമാത്രമല്ല, നമ്മൾ ഈ ത്രിതല പഞ്ചായത്തുകളുടെയൊക്കെ പവറും പ്രോജക്റ്റുകളും ഒക്കെ അതെങ്ങനെ മാറുന്നു എന്ന് പഠിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നത് ഒരു കോർപ്പറേഷൻ ഭരണസമിതിക്കാണ്. ഞാനെപ്പോഴും വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, ഒരു നഗരത്തിൻ്റെ കസ്റ്റോഡിയൻ ആരാണ്? ഇപ്പോൾ നമ്മൾ IT ഭാഷയെ പറയുകയാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ആ പ്രോഡക്റ്റ് ഒരു പ്രോഡക്റ്റ് മാനേജറാണ് കസ്റ്റോഡിയൻ. അതെ. ഇപ്പം തിരുവനന്തപുരം ജില്ലയുടെ കസ്റ്റോഡിയൻ ആരായിരിക്കണം? ആ തിരുവനന്തപുരം ജില്ലയുടെ മേയറായിരിക്കണം, അല്ലെങ്കിൽ നഗരസഭാ പിതാവോ അല്ലെങ്കിൽ നഗരസഭയുടെ മേയറായിട്ടുള്ള ആളായിരിക്കണം. അപ്പോൾ ആ ഒരു കസ്റ്റോഡിയനായിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് ഈ ഭാവിയെക്കുറിച്ചൊരു കാഴ്ചപ്പാടില്ലെങ്കിൽ ആ നഗരവും പിന്നോട്ട് പോകും. തീർച്ചയായും കഴിഞ്ഞ 45 വർഷമായി കേരളത്തിൽ തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ളത് ആ കസ്റ്റോഡിയൻ സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്കും ആ ഭരണസമിതിക്കും ഭാവി തിരുവനന്തപുരത്തേക്കുള്ള വീക്ഷണങ്ങളില്ല. അത് മാറ്റിയെടുക്കുവാൻ UDF കൃത്യമായിട്ട് എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഭാവിയിലേക്ക് നോക്കുന്ന തിരുവനന്തപുരം ഉണ്ടാക്കുക എന്നുള്ള ഒരു വീക്ഷണമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഓക്കെ, ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. നമ്മൾ സ്ഥിരം ചെയ്യുന്ന പദ്ധതികളുണ്ട്. നമ്മൾ കുഴിയടയ്ക്കുക, ഈ പറഞ്ഞ വെള്ളത്തിൻ്റെ പ്രശ്നം, ഇറിഗേഷൻ പ്രശ്നം, തെരുവ് നായ ശല്യം, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പോലും ശരിയായിട്ട് പൂർത്തീകരിക്കാൻ ഇവർ കഴിഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഒരു കാലത്ത് ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഒരു മുനിസിപ്പാലിറ്റി ആയിരുന്ന കോർപ്പറേഷൻ തിരുവനന്തപുരത്തേക്കാൾ മുന്നിലേക്ക് ധാരാളം നഗരങ്ങൾ ഓടിയെത്തി. നമ്മളിപ്പോഴും പഴയ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. വെളിയിൽ പറയുമ്പോൾ നമ്മൾ ഈ പുറമൂച്ച് കാണിക്കാൻ വേണ്ടി നമ്പർ 1 എന്ന് ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറയും. CPMകാർ എല്ലായിടത്തും നമ്പർ 1 ആണ്, അവാർഡ് വാങ്ങിച്ചതൊക്കെ പറയും. എന്നാലും തിരുവനന്തപുരത്ത് ഇന്നും ജോയ് എന്ന് പറഞ്ഞൊരു യുവാവ് ആമയഴഞ്ചാൻ തോടിൽ മാനുവൽ സ്കാവഞ്ചിങ് നടത്തിയപ്പോൾ അവിടെ മനുഷ്യ വിസർജ്യത്തിനകത്ത് നിന്നുകൊണ്ട് തമ്പാനൂരിൽ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടിയത് തകരപ്പറമ്പ് റോഡിൽ നിന്നാണ്. 1.5 കിലോമീറ്റർ ഈ മനുഷ്യ വിസർജ്യത്തിനകത്ത്, മാലിന്യത്തിനകത്ത് മുങ്ങി ശ്വാസം കിട്ടാതെ ഒരാൾ മരണപ്പെട്ടതാണ്. അതെങ്ങനെ നമ്പർ 1 ആവും? അതിനുശേഷവും പറഞ്ഞു ഈ ആമയിഴഞ്ചാൻ തോട് ഇനി
കൃത്യമായിട്ടുള്ള ഇൻ്റർവെല്ലുകളിൽ വൃത്തിയാക്കുമെന്നാണ് അതൊന്നും നടന്നിട്ടുമില്ലല്ലോ. ആ പാവപ്പെട്ട ആളുടെ കുടുംബത്തിന് ഒരു വീട് വെച്ച് കൊടുത്തുകൊണ്ട് വിഷയം കഴിയുന്നതാണോ, അല്ലെങ്കിൽ ഇൻഷുറൻസ് കിട്ടുന്ന പൈസ കിട്ടിയതുകൊണ്ട് വിഷയം കഴിയുന്നതാണോ? നാളെ ഈ അടുത്ത കാലത്താണ് ഒരാൾ അവിടെ വീണു എന്നാണ് മനസ്സിലാക്കുന്നത്. ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇവിടുത്തെ കുടിവെള്ള പ്രശ്നമടക്കം, ഇവിടുത്തെ ആമേനജാൻ തോടക്കമുള്ള വിഷയങ്ങൾ, സ്യുവറേജ് പ്രശ്നങ്ങൾ, ഇവിടുത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ വെള്ളക്കെട്ട് ഓപ്പറേഷൻ അനന്തയുടെ ഫ്ലഡ് മിറ്റിഗേഷൻ പ്ലാൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഭരണത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് ആ ഒരു കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം യങ് ആൻഡ് വൈബ്രൻറ്റ് എന്ന ഒരു വിശേഷണത്തോടു കൂടിയാണ് ആര്യ രാജേന്ദ്രനെ മേയറായി കൊണ്ടുവന്നത്. യുവജനങ്ങളെ കൂടുതൽ അഡ്രസ്സ് ചെയ്യും, അവരുടെ ആവശ്യങ്ങൾ വേഗത്തിൽ നിറവേറ്റും, ഈ നഗരത്തിന് പുതിയൊരു മുഖം നൽകും എന്നാണ് പറഞ്ഞിരുന്നത്. അല്ല, ഞാൻ ആര്യയൊക്കെ മേയറായപ്പോൾ അഭിനന്ദിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഒരു വ്യക്തിയിലേക്കും കിടക്കുകയില്ല. ആര്യ രാജേന്ദ്രനെ ഇലക്ഷന് വെളിയിലിറക്കേണ്ടെന്നാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. അവരവരുടെ സ്വന്തം നിലയിൽ ചില വാർഡുകളിൽ പോകുന്നതല്ലാതെ ആര്യ രാജേന്ദ്രൻ എവിടെ എന്നുള്ളത് CPMൻ്റെ ആളുകൾ ചോദിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഭരണസമിതി ചെയ്ത 1, 2, 3, 4 കാര്യങ്ങൾ പറയാൻ ഇവർ കഴിയുന്നുണ്ടോ? ഇന്ന് വീടുകളിൽ പോകുന്ന പാംഫ്ലെറ്റ് അടക്കം CPM പറയുന്നത് കേരള സർക്കാർ കൊടുക്കുന്ന പെൻഷനും മറ്റു കാര്യങ്ങളൊക്കെയാണ്. തിരുവനന്തപുരത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ കഴിയുന്നുണ്ടോ? ഒരു ലൈറ്റ് മെട്രോയുടെ ഒരു DPR അപ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് അവസാന മിനിറ്റ് അപ്രൂവൽ കൊടുത്ത് 10 പൈസ പോലും നീക്കി വെക്കാതെ ലൈറ്റ് മെട്രോ നടപ്പിലാക്കി എന്ന് പറഞ്ഞുള്ള കാര്യം പറയുന്നതല്ലാതെ ആര്യ രാജേന്ദ്രൻ ഉണ്ടായിരുന്ന 5 വർഷം ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവർ വോട്ട് പിടിക്കാതിരിക്കുമ്പോൾ, ആര്യ രാജേന്ദ്രൻ കാണാമറയത്ത് നിൽക്കുമ്പോൾ ഒരു കാര്യം ക്ലിയറാണ്, ഈ ഭരണസമിതി പരാജയമായിരുന്നു എന്നുള്ളത് അവർ തന്നെ അംഗീകരിക്കുകയാണ്. അതിനപ്പുറം അതിന് വേറൊരു ഉദാഹരണം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങ് പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ 45 വർഷം അത് വലിയൊരു കാലയളവാണ് ഈ മെട്രോയെ സംബന്ധിച്ചിടത്തോളം. കാരണം ലോകം മാറുന്നതിനനുസരിച്ച് നമ്മുടെ തിരുവനന്തപുരം മാറിയോ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാവുകയാണ്. ഒരു മെട്രോ എന്ന പദവിയിലേക്ക് ഉയരുവാൻ തിരുവനന്തപുരത്തിന് ഇനിയും ഏറെ മുന്നോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട്. കാരണം നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരു 15 മിനിറ്റ് കൊണ്ട് ഈ നഗരത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗത്തേക്ക് സഞ്ചരിച്ചെത്താൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ചെറിയ ഒരു ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമായി നമ്മുടെ തിരുവനന്തപുരം നഗരസഭ ചുരുങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ആ നഗരത്തെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് നഗരം വികസിക്കുന്നത്. ആ ഒരു ഡൗൺ ടൗൺ തിരുവനന്തപുരം എന്ന് പറഞ്ഞ് നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഇപ്പോഴും പഴയ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. അതാണ് ഒരു കാഴ്ചപ്പാടിൻ്റെ കാര്യം പറഞ്ഞത്. ഞാൻ റിലേറ്റബിളായിട്ട് കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ വലിയ നഗരങ്ങളൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ന്യൂയോർക്ക് നോക്കുകയാണെങ്കിൽ അപ്പുറത്ത് ലോങ് ഐലൻഡ് ഉണ്ട്, ബ്രോങ്സ് ഉണ്ട്, പിന്നെ മറ്റ് ഭാഗങ്ങളൊക്കെ ഉണ്ട്. ബോംബെ നോക്കുകയാണെങ്കിൽ നവി മുംബൈ വളർന്നു, ഠാനെ വളർന്നു, ഇപ്പോൾ അങ്ങ് ഏകദേശം കർജത്തിനപ്പുറം വരെ വളർന്നു. ഡൽഹി നോക്കുകയാണെങ്കിൽ ഡൽഹി NCR റീജിയനാണ്. ഡൽഹി വളർന്നു, ഗുഡ്ഗാവ് വളർന്നു, നോയിഡ വളർന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് വേണ്ടത് തിരുവനന്തപുരത്തിന് വളർച്ച, പ്രത്യേകിച്ച് ഇത്രയും അനന്ത സാധ്യതകളുള്ള സ്ഥലം. സിറ്റിക്കകത്ത് തന്നെ ഒരു സീപോർട്ട് എന്ന് ഏകദേശം നമുക്ക് പറയാം. സിറ്റിക്കകത്ത് തന്നെ ഒരു എയർപോർട്ട്, ഇത്രയും മികച്ച സയൻറ്റിഫിക് സ്ഥാപനങ്ങൾ, ഐസർ അടക്കം, രാജീവ് ഗാന്ധി ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കമുള്ള ഇത്രയും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളത്, ഇത്രയും മികച്ച മാൻ പവർ ഉള്ളൊരു സ്ഥലത്തിന്, പ്രകൃതിയുടെ വരദാനമായിട്ടുള്ള ദൈവം നൽകിയിട്ടുള്ള ഇത്രയും ഓപ്ഷൻസ് ഉള്ള ഒരു സ്ഥലത്തുണ്ട്, ടെക്നോ പാർക്ക് അടക്കമുള്ളിടത്ത് അത് നേരെ ഒരു കൊണ്ടുപോകാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടാണ്. പറയുന്നതിൻ്റെ കാരണം, തിരുവനന്തപുരം വളരണമെങ്കിൽ ഇനി ഔട്ടർ തിരുവനന്തപുരം വളരണം. തിരുവനന്തപുരം വളർച്ച എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തിനോടൊപ്പം നാളെ പോർട്ടിൻ്റെ ഗുണങ്ങൾ വരണമെങ്കിൽ അത് ആറ്റിങ്ങൽ താലൂക്ക്, അത് നമ്മുടെ നെയ്യാറ്റിങ്കര താലൂക്കും കാട്ടാക്കട താലൂക്കിനൊരു ഗുണം ഉണ്ടാകണം. അതിന് രണ്ടാം ഘട്ട ഗുണം നമ്മുടെ നെടുമങ്ങാട് താലൂക്കിലേക്കും പിന്നെ ഇങ്ങോട്ടും ഉണ്ടാകണം. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ വലിയൊരു വിശാല കാഴ്ചപ്പാടായിട്ടായി UDF സർക്കാരിൻ്റെ സമയത്ത് ഉമ്മൻചാണ്ടി സാറ് വലിയ എഫേർട്ട് എടുത്ത് ആരംഭിച്ച വിഴിഞ്ഞം പദ്ധതി. ആ വിഴിഞ്ഞ പദ്ധതി ആരംഭിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നൊരു കാഴ്ചപ്പാട്, ഈ പ്രോജക്റ്റ് തയ്യാറാകുമ്പോഴത്തേക്കും സർക്കാർ തന്നെ സ്ഥലം ഏറ്റെടുക്കും എന്നുള്ളതാണ്. ഇപ്പം സർക്കാർ തന്നെ ആ സമയത്ത് ബേസിക്കലി പ്രോജക്റ്റ് 2015 ഉമ്മൻചാണ്ടി സർക്കാർ നിർമ്മാണ ഉദ്ഘാടനം നടത്തി, പിന്നെ ഭരണം മാറി. ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഒരു തുണ്ട് ഭൂമി പോലും അക്വയർ ചെയ്യാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അവിടുത്തെ പ്രശ്നം എന്താണ്? പല കമ്പനീസും പോർട്ടുള്ളത് കൊണ്ട് സ്ഥലം അന്വേഷിച്ച് വരിക. സ്ഥലം അന്വേഷിച്ച് വന്ന ചില പ്രധാന കമ്പനികൾ, പേര് ഞാൻ പറയുന്നില്ല, അവർക്ക് സ്ഥലം കാണിച്ചു കൊടുത്ത കളമശ്ശേരിയിലാണ്, അവർക്ക് സ്ഥലം കാണിച്ചു കൊടുത്ത കഞ്ചിക്കോടാണ്. അപ്പം സർക്കാർ കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് ആ പ്രദേശത്തിന് ചുറ്റുമുള്ള സ്ഥലം ഏറ്റെടുത്തായിരുന്നെങ്കിൽ, അവിടെ മിതമായ നിരക്കിൽ ഏറ്റെടുത്തായിരുന്നു, അവിടേക്ക് ഇൻഡസ്ട്രിയൽ ക്ലസ്റ്ററുകൾ വന്നാലും. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? അവിടെ പോർട്ടിൻ്റെ പണി തുടങ്ങിയോടെ സ്ഥലത്തിന് വില കൂടി. ആൾക്കാർ പണ്ട് ചെറിയ വിലയുള്ള സ്ഥലത്തിനൊക്കെ ആൾക്കാർ ചോദിക്കുന്ന വില കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതെ. അപ്പോൾ ആ ഒരു അവസ്ഥ വന്നുകൊണ്ട് എന്താണ്, സർക്കാർ ആദ്യമേ തന്നെ അവിടെ സ്ഥലം ഏറ്റെടുത്ത് അവിടെ ക്ലസ്റ്റർ ഉണ്ടാക്കണമായിരുന്നു. ഇനിയും വൈകിട്ടില്ല. പക്ഷേ ഒരു പോർട്ട് തുടങ്ങി അതിൻ്റെ 1ാം ഘട്ടം തുടങ്ങിയതിന് ശേഷം ഒരു തുണ്ട് ഭൂമി പോലും അക്വയർ ചെയ്തിട്ടില്ല എന്നുള്ളത്
അത് ഏറ്റവും വലിയ പരാജയമല്ലേ? അതിലൊക്കെ തന്നെ കൂടുതൽ എത്തണമെന്നാണ് ഞാൻ പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ സർക്കാർ പറയുന്നത് സ്ഥലം കിട്ടാനില്ല എന്ന് പറയുന്നത്. പക്ഷേ തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് നടത്തിയ ഒരു പഠനത്തിലൂടെ സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായിട്ടുള്ള നിരവധി പേരെ കണ്ടെത്താൻ സാധിച്ചു. അവർ വിലയ്ക്ക് കൊടുക്കാനും ലീസിൽ കൊടുക്കാനും ഒക്കെ തന്നെ തയ്യാറായി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് ഏകോപിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് അല്ലേ പോകേണ്ടത്? എന്താണ് അങ്ങയുടെ മനസ്സിലുള്ള ഒരു ഫ്യൂച്ചർ തിരുവനന്തപുരം, അല്ലെങ്കിൽ ഒരു ന്യൂ തിരുവനന്തപുരത്തിന് എന്ത് മുഖമാണ് കൽപ്പിക്കുന്നത്? എങ്ങനെ ആയിരിക്കണം? ഇവിടെ ജനിച്ച് പഠിച്ച് വളർന്ന ആളാണ്. അത് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ഇപ്പം ശ്രീ രവിചേട്ടനും അതോടൊപ്പം ജോയിച്ചേട്ടനും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ട്രിവാൻഡ്രം ഇന്ത്യൻ ബോർഡിൻ്റെ ഫേസ്ബുക്ക് പേജുകൾ, അവർക്ക് വലിയ ചർച്ചകൾ, ഞാനും ചില ഗ്രൂപ്പിലൊക്കെ അംഗമാണ്, വളരെ ആവേശത്തോടെ ട്രിവാൻഡ്രത്തിന് വേണ്ടിയുള്ള പ്രോജക്റ്റുകളൊക്കെ അവർ ആവേശത്തോടെ ചർച്ച ചെയ്യുകയാണ്. ഇൻഫാക്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സിൽ ലിസ്റ്റ് എടുത്തപ്പോൾ അതിന് എത്രയോ ആളുകൾ സ്വമേധയാ സ്ഥലം എക്സൽ ഷീറ്റിൽ അപ്ലോഡ് ചെയ്തു. അപ്പോൾ സർക്കാർ ഇത്തരത്തിലുള്ള കാര്യം ചെയ്ത് ഒരു ലാൻഡ് ആക്വിസിഷൻ, ഞാൻ അതൊന്ന് കമ്പയർ ചെയ്ത് പറയുകയല്ല, പക്ഷേ കണ്ണൂർ എയർപോർട്ടിന് ചുറ്റുമുള്ള സ്ഥലത്തിൽ ലാൻഡ് ആക്വിസിഷൻ നടത്താൻ ഇവർ പൈസ കൊടുത്തിട്ടുണ്ട്. ഞാൻ പ്രാദേശികവാദം പറയുന്നതല്ല. വേറെ പല സ്ഥലത്തും പല കാര്യങ്ങൾക്കും പൈസ ഇല്ലാതിരുന്ന സമയത്തും കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് വിഴിഞ്ഞം പോർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥലത്തിന് ചുറ്റുമുള്ള ഒരു 500 ഏക്കറോ എത്രയാവട്ടെ അക്വയർ ചെയ്യാനുള്ള പണം എന്തുകൊണ്ട് LDF സർക്കാർ നൽകുന്നില്ല? കണ്ണൂർ എയർപോർട്ടിന് എത്രയോ സ്ഥലം, ഏത് പ്രദേശം ഞാൻ പറയുന്നില്ല, മട്ടന്നൂർ എയർപോർട്ട് ചുറ്റുമുള്ള സ്ഥലങ്ങളും അവിടെയുള്ള ഈ കശുവണ്ടി ഈ തോട്ട മേഖലയ്ക്ക് എത്രയോ സ്ഥലം അക്വയർ ചെയ്തു. അതേ കാര്യം ഇവിടെ ചെയ്യേണ്ടതല്ലായിരുന്നു. അത് ചെയ്യാതിരിക്കുന്നത് തിരുവനന്തപുരത്തിനോട് ഒരു മമതയുള്ള ഒരു ഭരണകൂടം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞത് തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്ന് പഠിച്ച് കറങ്ങി നടന്ന ഒരാളാണ്, ഒരു വലിയ തിരുവനന്തപുരം വികാരമുള്ള ഒരാളാണ്. ഞാനെപ്പോഴും പറയും, ഞാൻ ഈ കേരളമോദിയായിട്ടൊരു ബന്ധമുണ്ട്. കാരണം ഞാൻ ഈ 2005 വരെ നാട്ടിലുണ്ടായിരുന്നു. പിന്നെ MBA പഠിക്കാൻ പോയി, പിന്നെ ബോംബെ ഡൽഹിയിലൊക്കെ ആയിരുന്നു. ആ ഒരു 15 വർഷവും ഞാൻ ഈ പ്രത്യേകിച്ച് MBA പഠിക്കുന്ന സമയത്ത് കിടക്കുമ്പോൾ രാവിലെ 4 മണിയാവും. പിന്നെ നമ്മൾ എണീക്കുന്ന 9 മണിക്കാം. ഞാൻ ഈ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ചെയ്യുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അന്ന് ഓൺലൈൻ പേപ്പർ 4 മണിക്ക് അപ്ലോഡ് ചെയ്യുന്ന ഏക പത്രം കേരളമോദിയാണ്. അപ്പോൾ ഞാൻ ഈ 4 മണിക്ക് കേരളമോദി അപ്ലോഡ് ചെയ്തിട്ട് ഈ കേരളമോദി വായിച്ചിട്ടേ കിടന്ന് തുടങ്ങത്തുള്ളൂ ഓൺലൈനായിട്ട്, ഡൽഹിയിലുള്ള സമയത്ത്. പിന്നെ 9 മണിക്ക് എണീറ്റ് ക്ലാസ്സിന് നേരെ പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ കേരളമോദി ഇതൊക്കെ നമ്മുടെ വികാരത്തിലുള്ളതാണ്. ട്രിവാൻഡ്രം മുന്നോട്ട് പോകണം. എൻ്റെ എത്രയോ ബാച്ച്മേറ്റ്സ് CET-യിലൊക്കെ ഉള്ള ആളുകൾ, അവർക്കൊക്കെ തിരിച്ചു വരണമെന്നുണ്ട്. അവിടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് കവടിയാർ വാർഡിലൊക്കെ എത്രയോ ആളുകളാണ് വയ്യാതെ അത് ഒറ്റയ്ക്കിരിക്കുന്നത്. അവർക്ക് എല്ലാ സൗഭാഗ്യം ഉണ്ടെങ്കിലും വീട്ടിലൊരു കാൽപോൾ വാങ്ങിക്കണമെങ്കിൽ വേറെ ആരും വെളിയിൽ നിന്ന് വരണം. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ജീവിക്കാനും, മാതാപിതാക്കൾ മാത്രം ഒറ്റയ്ക്ക് നീങ്ങുന്ന നല്ല റിട്ടയർമെൻറ്റ് ശമ്പളം വാങ്ങിക്കുന്ന എന്നാൽ കൂടെ ആരും ഇല്ലാത്ത മക്കളില്ലാത്ത ആളുകൾക്കും, നേരത്തെ പറഞ്ഞ ജോയിയെ പോലത്തെ ആളുകൾക്കും ജീവിക്കാൻ കഴിയുന്ന ഒരു തിരുവനന്തപുരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. അതൊരു തൊഴിലവസരങ്ങൾ തന്നെ വരണം. തൊഴിലവസരങ്ങൾ ഞാൻ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ മാത്രം ജോലിയല്ല, ആ ജനങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാകണം. 5 ലക്ഷം സർക്കാർ തൊഴിൽ മാത്രമല്ല ഫ്യൂച്ചർ. കേരളത്തിൽ 3-3.5 കോടി ആളുകളുണ്ട്. പുതിയ തൊഴിലവസരങ്ങൾ വരണം, പുതിയ സ്ഥാപനങ്ങൾ വരണം. ഞാനിപ്പോൾ ഈ ശ്രീപെരുമ്പത്തൂരിലോ തമിഴ്നാട്ടിലോ വരുന്ന പോലെ ഫോക്സ്ട്രോണിൻ്റെ ഫാക്ടറി എന്ന് പറഞ്ഞൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്കിവിടെ തന്നെ ചെയ്യാൻ പറ്റിയ എത്രയോ കാര്യങ്ങളുണ്ട്. ഇപ്പം ഹെൽത്ത് ടൂറിസം ആവട്ടെ, മെഡിക്കൽ ടൂറിസം ആവട്ടെ, പല കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് റിസർച്ച് അടക്കമുള്ള കാര്യങ്ങൾ. അതിലൊരു അഭിമാനമുള്ളത് ഈ തിരുവനന്തപുരത്ത് പലരും പറയാത്തൊരു കാര്യമുണ്ട്. 2 പ്രധാനപ്പെട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകൻ എൻ്റെ പിതാവ് ശ്രീ ജി കാർത്തികനാണ്. രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി അന്ന് അച്ഛൻ തുടങ്ങിയ ഒരു NGO ആണ്. പിന്നെ നരസിംഹറാവു ആയപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമായി ഇപ്പോൾ കാണുന്ന രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി. ഈ 2 ക്യാമ്പസും ഉള്ളത് ശ്രീ ജി കാർത്തികൻ ചെയർമാനായിട്ട് തുടങ്ങിയ ഒരു NGO ആയിരുന്നു. രണ്ടാമത് വിതിരയിലുള്ള ഐസർ. എനിക്ക് ഐസറിനെ കുറിച്ച് ആൾക്കാർക്ക് അറിയാതിരിക്കുമ്പോൾ എനിക്ക് ഇല്ലാത്തൊരു ദേഷ്യം വരും. കാരണം IIT-യേക്കാളും ഒക്കെ വളരെ ഹൈ എൻഡായിട്ടുള്ള 10,000-2000 മികച്ച സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്ന ഇത്രയും അധികം റിസർച്ച് ഫെസിലിറ്റി ഉള്ളൊരു സ്ഥലമൊക്കെ നമ്മുടെ ജില്ലയിലുള്ളപ്പോൾ അത് എന്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ട്രിവാൻഡ്രം, കം ഹോം ടു ട്രിവാൻഡ്രം എന്നുള്ള ഒരു വലിയ ആശയമായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, വേറൊരു കാര്യം കൂടി, അതായത് ഇതും എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ ഇന്നത്തെ ലോകത്തിൻ്റെ സാമ്പത്തിക വളർച്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേറിയ പങ്കും കടലുമായി ബന്ധപ്പെട്ടാണ്. ബ്ലൂ എക്കോണമിയാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു നാച്ചുറൽ സമ്പത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വിഴിഞ്ഞം പോർട്ട്, മദർ പോർട്ടാണത്. ശരിയാണ്, ടെക്നോ പാർക്കിൽ 1 ലക്ഷത്തിലേറെ പേർ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ തന്നെ പൊട്ടൻഷ്യലുള്ള ഒന്ന് തന്നെയല്ലേ വിഴിഞ്ഞം? അതിനെ ഏത് തരത്തിൽ വികസിപ്പിക്കാൻ സാധിക്കുമെന്നാണ് അങ്ങ് കരുതുന്നത്? കാരണം അതിൻ്റെ എല്ലാം തന്നെ ഗുണഭോക്താക്കളായി തമിഴ്നാട് മാറുന്നു, പക്ഷേ നമുക്കതിൻ്റെ ഉത്സാഹം കാണാൻ കഴിയുന്നില്ല. വിഴിഞ്ഞം പോർട്ടിനകത്ത് എത്രത്തോളം ആളുകൾക്ക് പോർട്ടിനകത്ത് ജോലി കിട്ടുമെന്ന് എനിക്കറിയാം. അനുബന്ധമായിട്ടുള്ള ഇൻഡസ്ട്രീസ്, ഈ അനുബന്ധമായിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉണ്ടെങ്കിൽ സ്ഥലം വേണ്ടേ? ഇപ്പം എത്രയോ സ്ഥാപനങ്ങൾ ഇവിടെ സ്ഥലം ചോദിക്കുന്നു, പക്ഷെ കൊടുക്കാൻ സ്ഥലമില്ല.
പക്ഷേ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലാണെങ്കിൽ അവർ ഇതിൻ്റെ 4/1 റേറ്റിൽ സ്ഥലം കൊടുക്കാൻ റെഡിയാണ്. അപ്പോൾ അതാണ് കേരള സർക്കാർ അടിയന്തരമായിട്ട് ഈ ഔട്ടർ കോറിഡോർ പ്ലാനൊക്കെ പറയുന്നതല്ലാതെ അടിയന്തരമായി സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഒരു 10-15 കിലോമീറ്റർ റേഡിയസിനകത്ത് നിന്നുകൊണ്ട് സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അത് കമ്പനീസിന് കൊടുക്കണം. എന്നാൽ ഈ സ്ഥാപനങ്ങൾ വന്നാലേ ഈ ജോലി വരത്തുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ഭയം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ തമിഴ്നാട്ടിലേക്ക് സ്ഥാപനം പോയി നമ്മുടെ നാട്ടിലെ പിള്ളേർ നാളെ ബസ്സും പിടിച്ച് തമിഴ്നാട്ടിൽ പോയി ജോലി ചെയ്ത് അപ്പോൾ അതിൻ്റെ റവന്യൂ വരുന്നതും ടാക്സ് പോകുന്നതെല്ലാം തമിഴ്നാട്ടിലായിരിക്കും. കവടിയാറ് ഞാൻ പറയട്ടെ, ശരിക്കും ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 15 വർഷത്തിനകത്ത് 15-20 വർഷം 2050 ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടാക്സ് റവന്യൂ ഉള്ള 3 കോർപ്പറേഷനിൽ ഒന്നാക്കി നിൽക്കുന്നത് മാറ്റാൻ കഴിയും. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പോർട്ട് ഇസ് ഇൻസൈഡ് ദ കോർപ്പറേഷൻ. അതെ, എയർപോർട്ട് ഇസ് ഇൻസൈഡ് ദ കോർപ്പറേഷൻ. വേറെ എവിടെയുണ്ട്? ശരിയാണ്. ഒന്ന് ഉറങ്ങിപ്പോയാൽ ഓടിച്ചെന്ന് പിടിക്കാൻ പറ്റുന്ന എയർപോർട്ട് ഇന്ത്യയിൽ വേറെ എടുത്തുമില്ല. ശരിയാണ്. പോർട്ടും എയർപോർട്ടും ടെക്നോ പാർക്കും എല്ലാം ഒരു കോർപ്പറേഷൻ റേഡിയസിനകത്തുള്ള ഏകയൊരു സ്ഥലം ഒരുപക്ഷെ തിരുവനന്തപുരമായിരിക്കും. അതെന്തുകൊണ്ട് ഭരണാധികാരികൾ മനസ്സിലാകുന്നില്ല അതിൻ്റെ സ്കോപ്പ് ഒന്നും എനിക്കറിയില്ല. എന്നിട്ട് വേറെ സ്ഥലങ്ങൾ തപ്പിപ്പോവാണ്, വികസിപ്പിക്കാൻ പോവാണ്. വികസിപ്പിച്ചോളൂ, പക്ഷേ ട്രിവാൻഡ്രത്തിൻ്റെ നാച്ചുറലായിട്ടുള്ള അഡ്വാൻറ്റേജിനെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു മാസ്റ്റർ പ്ലാൻ അത് ഒരുപക്ഷെ ഭരണകർത്താക്കൾക്ക് കാണില്ല, മുഖ്യമന്ത്രിക്ക് മന്ത്രിക്കും കാണില്ല. പക്ഷേ ഒരു ബ്രാൻഡ് കസ്റ്റോഡിയനായിട്ട് ആ ഒരു വിഷനുള്ള നഗരസഭയുടെ ഒരു പ്രധാനപ്പെട്ട ആളുണ്ടെങ്കിൽ, ആ ഒരു കാഴ്ചപ്പാടുള്ള മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ ദാറ്റ് വിൽ ഹെൽപ്പ്. അതാണ് നമ്മൾ പറയുന്നത്. ആ ഒരു കാഴ്ചപ്പാടുള്ള ഒരു ഭരണസമിതി വരണം. കാഴ്ചപ്പാട് അനിവാര്യമാണ്. മറ്റൊരു വിഷയം ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യൻ റെയിൽവേയുമായി കോർപ്പറേഷൻ നിരന്തരം തർക്കത്തിലാണ്. കാരണം റെയിൽവേ നമുക്കൊരിക്കലും മാറ്റാൻ സാധിക്കില്ല. നമ്മുടെ ഒരു മർമ്മമാണത്. റെയിൽവേ എന്ന് പറയുന്നത് നമ്മുടെ വികസനത്തിൻ്റെയൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണത്. റെയിൽവേ വികസനം പലപ്പോഴും വഴിമുട്ടി നിൽക്കാറുണ്ട്. ഈ തർക്കം കാരണം, സർക്കാരുമായിട്ടുള്ളതും അല്ലെങ്കിൽ കോർപ്പറേഷനുമായിട്ടുള്ള തർക്കം കാരണം പലപ്പോഴും ഇതായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ആമഴജാൻ തോടിൻ്റെ വിഷയത്തിൽ പോലും തർക്കം നിലനിൽക്കുന്നുണ്ട്. ആ വിഷയം രമ്യമായി പരിഹരിക്കാൻ സാധിക്കുമോ വിജയിച്ചു? അല്ല, അതിപ്പോൾ പറയാൻ എനിക്ക് പൂർണ്ണമായി കഴിയില്ല. പക്ഷേ ഇത് റെയിൽവേ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജൂറിസ്ഡിക്ഷനുള്ള കാര്യം കൂടിയാണ്. അതിനകത്ത് നമ്മൾ കോർപ്പറേഷനാണെങ്കിലും MP അടക്കം സെൻട്രൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ എൻഗേജ് ചെയ്യണം. എനിക്കിവരിത് എൻഗേജ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പ്രശ്നം വന്നപ്പോൾ പറയുന്നതല്ലാതെ അങ്ങനെ ഒരു എൻഗേജ്മെൻറ്റ്, മീറ്റിംഗ്, ഒരു ആവശ്യമുണ്ടെങ്കിൽ ഡൽഹിയിൽ പോയി സംസാരിച്ചത് ക്ലിയർ ചെയ്യുക, ഇതൊക്കെ അതിൽ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ നിന്നൊരു പേപ്പർ അങ്ങോട്ട് വിട്ടു, പേപ്പർ ഇങ്ങോട്ട് വന്നു. അതുകൊണ്ട് ഒരു കാര്യമില്ല. ഒരാവശ്യം ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട, കളക്ടർ മേയർ നാൾ ഡൽഹിയിൽ പോയിരുന്നിട്ട് ഉദ്യോഗസ്ഥനെ കാണണം. അപ്പോൾ ഞാനൊക്കെ MLA ആയപ്പോഴും ജീവിച്ചൊരു കാര്യമാണ്. ഞാൻ അവിടെ വലിപ്പിറവ് നോക്കാറില്ല. ഒരു പേപ്പർ ഇപ്പം സെക്രട്ടറിയേറ്റ് കിടക്കുകയാണെങ്കിൽ ഞാൻ സെക്ഷനിൽ പോയിട്ട് ഇരിക്കുന്ന ആളെ കണ്ടുപിടിച്ചിട്ട് സെക്ഷനിൽ പോയി ഇരിക്കും ഞാൻ. അതെ, അപ്പോൾ നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ ഫയൽ അപ്രൂവ് ചെയ്ത് തരും. അതായത് എൻ്റെ ഒരു സ്റ്റൈല്. അഡ്വക്കേറ്റ് ജയശങ്കറുമായി സംസാരിച്ചപ്പോൾ ശ്രീ NK പ്രേമചന്ദ്രനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അവിടുത്തെ ബാബുമാരെ, ഡൽഹിയിലെ ബാബുമാരെയൊക്കെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ഈ നേരിട്ട് കയറി ചെല്ലുകയാണ്, ഒരു MP നേരിട്ട് കയറി ചെല്ലുന്നത്. അതുകൊണ്ടാണ് അവിടെ അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത്. അതല്ലാതെ BJP സർക്കാർ സഹായിക്കുന്നുണ്ടല്ലോ. IAS ഉദ്യോഗസ്ഥർക്ക്, ഇപ്പോൾ ഞാനും ഇവിടെ MLA ആയ സമയത്ത് ഉദ്യോഗസ്ഥർക്ക് ഫണ്ട് ഡിസ്പേഴ്സ് ചെയ്യണം. അതെങ്ങനെ ഫണ്ട് എവിടെയൊക്കെ കൊണ്ടുവരണം എന്നുള്ളത് അത് കണ്ടുപിടിക്കുന്നതാണ് ജനപ്രതിനിധികളുടെ മിടുക്ക്. ഇപ്പം ഞാനിപ്പം അരുവിക്കര MLA ആയിരുന്നപ്പോൾ 6 വർഷവും ഞാൻ അവിടെ വികസനം കൊണ്ടുവന്നില്ലെന്ന് ആരൊന്നും പറയില്ല. കഴിഞ്ഞാൽ ചെറിയൊരു വോട്ടിനാണ് തോറ്റത്. ഏറ്റവും കൂടുതൽ സ്കൂളുകൾ അനുവദിച്ചൊരു മണ്ഡലം അരുവിക്കരയായിരുന്നു. അതിൻ്റെ കാരണം എനിക്ക് മന്ത്രിയുടെ ഓഫീസായിട്ടും മന്ത്രിയായിട്ട് ഡിപ്പാർട്ട്മെൻറ്റോട് ബന്ധം കാരണമാണ്. അപ്പോൾ അത് പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്ത് ചർച്ചയായിട്ടുണ്ട്, എങ്ങനെയാണ് അരുവിക്കര ഇത്ര സ്കൂൾ വരുന്നത്. നമുക്ക് ബന്ധമുള്ളത് കൊണ്ട് ഇപ്പം മലയോര മേഖലകളിലെ സ്കൂളുകൾക്ക് ഒരു ഫണ്ട് കൊടുക്കണം എന്ന് എന്തെങ്കിലും ഒരു നിർദ്ദേശം കാണും. അതെ, ഈ നമ്മുടെ സർവശിക്ഷാ അഭിയാനിലോ അല്ലെങ്കിൽ ഈ സെൻട്രൽ ഗവൺമെൻറ്റിന് എന്തെങ്കിലും നബാർഡിൻ്റെ ഒരു എന്തെങ്കിലും ഒരു ചെറിയ ലെറ്റർ വരും, ഇന്ന സ്കൂളുകൾക്ക് ഫണ്ട് കൊടുക്കണം. അപ്പോൾ ഇതറിഞ്ഞ ഉടനെ നമ്മൾ നമ്മുടെ കേസ് പ്രസൻറ്റ് ചെയ്യുക. നമ്മൾ ഈ ഉദ്യോഗസ്ഥർ താഴോട്ട് അറിഞ്ഞൊരു കത്ത് എഴുതി വരാൻ വേണ്ടി നിൽക്കില്ല. നമ്മൾ കറക്റ്റ് ആളുകളെ വിനിയോഗിച്ചുകൊണ്ട്, കറക്റ്റ്, ഞാൻ ഏജൻ്റ് എന്ന് പറയുന്നില്ല, കറക്റ്റ് സ്മാർട്ടായിട്ടുള്ള ആൾക്കാരെ വിനിയോഗിച്ചുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും മണത്തറിയാണെങ്കിൽ അപ്പോൾ പോയിട്ട് ഇരിക്കാം. നമ്മളിപ്പോൾ ഏത് IAS ഉദ്യോഗസ്ഥനാണെങ്കിലും, ഏത് അണ്ടർ സെക്രട്ടറി ആണെങ്കിലും, ഏത് ഡെപ്യൂട്ടി സെക്രട്ടറി ആണെങ്കിലും ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഒരു ഫണ്ട് ഉണ്ടെന്ന് അറിഞ്ഞല്ലോ, എനിക്ക് ഇന്ന സ്കൂളിലൊരു തരുമത്, അതിന് രാഷ്ട്രീയമൊന്നുമില്ല. പ്രേമേന്ദ്ര സാർ അങ്ങനെയാണ് ചെയ്യുന്ന പോലെ എനിക്ക് നേരിട്ടറിയാം. പല MP മാരും അങ്ങനെ ചെയ്തു, ശ്രീ KC വേണുഗോപാലടക്കമുള്ള ആളുകൾ ചെയ്യുന്ന അങ്ങനെയാണ്. അത് ഈ BJP സഹായിക്കുന്നത് അങ്ങനെയൊന്നുമല്ല. അത് ഉദ്യോഗസ്ഥർ അങ്ങനെ ചെയ്യുന്നതാണ്, അതൊരു കഴിവാണ്. ഹൈവേ അടക്കമുള്ള ആളുകൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതൊരു വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു വേ ആണ്. ഞാൻ നാളെ ഇതുപോലെ നമ്മുടെ ഒരു സംവിധാനമൊക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട്, അത് കണ്ടുപിടിക്കുക. അല്ലാതെ ഇവിടെ ഇരുന്ന് ഞാൻ അങ്ങോട്ട് പോകത്തില്ല, ഞാനിത് ചെയ്യത്തില്ല, ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള ആ ഒരു അഹങ്കാരം പാടില്ല. പിന്നെ ഒരു കാര്യം കൂടെ തുറന്ന് പറയാം, എനിക്കെല്ലാം അറിയാവുന്നുള്ള ഒരു അഹംഭാവം എനിക്കുണ്ടാവില്ല. 90% കാര്യങ്ങൾ എനിക്ക് അറിയില്ല എന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാൻ. പിന്നെ അത്യാവശ്യം ലോകപരിചയവും ലോകം കണ്ടിട്ടുള്ളതുകൊണ്ട് ഇച്ചിരി പൊതുബോധവും ഉണ്ട്. അല്ല, ഞാൻ പറയുന്നതാണ് കറക്റ്റ് അവസാന വാക്കെന്നുള്ള ഒരു അഹങ്കാരം ഒരിക്കലും ഉണ്ടാകത്തില്ല.
പലപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ പ്രശ്നം വേസ്റ്റ് മാനേജ്മെൻ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇവരെടുക്കുന്നൊരു താത്വിക ലൈനുണ്ട്. ഒത്തിരി താത്വികമായിട്ടുള്ള ആൾക്കാർ ഇതിനെല്ലാം കൺസൾട്ടൻസ്, അത് പേരൊന്നും പറയുന്നില്ല. ഇവർ ഈ താത്വിക ലൈനിൽ പിടിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. ഇപ്പോൾ ടെക്നോളജി ഉണ്ട്, നിങ്ങൾ ഐഡിയോളജി ഉണ്ട്, പക്ഷേ ഐഡിയോളജിയുടെ ബാഗേജ് അതൊരു ഡോക്മയാവില്ല. അതെ, ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻ്റ് അടക്കം ഉള്ള വിഷയം എന്ന് വെച്ചാൽ ഇവരുടെ ചില മോളിൽ ഇരിക്കുന്ന ആളുകൾ അവർ പല കൺസൾട്ടൻസായിട്ടും പല കമ്പനിയിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നുണ്ട്. അവർ ഈ താത്വികമായിട്ട് ഇതിനെ ഓടിക്കും. ഈ വേസ്റ്റ് ഒന്നും താത്വികമായി കാണേണ്ട ഒരു കാര്യമല്ല. അതൊരു ഡീസെൻട്രലൈസ് ആയിട്ടൊരു സൊല്യൂഷൻ ടെക്നോളജി ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. അതെ, ഇന്നിപ്പോൾ ടെക്നോളജി വളരെ അത് ചെയ്യാതിരിക്കുന്നതല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇനി നമുക്ക് തിരഞ്ഞെടുപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇടതുപക്ഷം പറയുന്നത് കോൺഗ്രസ് ഞങ്ങൾക്ക് പറ്റിയ എതിരാളികളല്ല, അവർ തളർന്നു കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ള അവസ്ഥയിലേക്കാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ തോന്നുന്നു ഈ ഇടതുപക്ഷത്തിൻ്റെയും BJPയുടെയും ഒക്കെ പ്രചാരണത്തെ എങ്ങനെയാണ് നേരിടുന്നത്? ആദ്യം ഇടതുപക്ഷത്തിനും BJPക്കും വലിയ ഒരു സാമ്പത്തിക കൊഴുപ്പുണ്ട്. ആ സാമ്പത്തിക കൊഴുപ്പിൽ അവരങ്ങ് എന്താണ് അവരങ്ങ് ആർമാദിക്കുകയാണ്. ഇപ്പോൾ ഫ്ലെക്സുകളുണ്ട്, ഫ്ലെക്സ് ഡെയിലി 19 ഫ്ലെക്സ് വെച്ചൊക്കെയാണ് അടുത്ത് വിടുന്നത്, ബോർഡുകൾ മറ്റേത്. നമുക്ക് അത്രയും പണമില്ല, പക്ഷെ നമുക്ക് മികച്ച സ്ഥാനാർത്ഥികളുണ്ട്. ഈ ജില്ലയുടെ പരിച്ഛേദമായിട്ടുള്ള ആശാവർക്കർമാർ മുതൽ ടെക്ടി വരെ പരിണിതരായിട്ടുള്ള പേട്ടാനിയനെ പോലത്തെയുള്ള ജോൺസൺ ജോസഫിനെ പോലത്തെ കൗൺസിലർമാരെ മുതൽ എന്നെപ്പോലത്തെ ജനപ്രതിനിധി ആയിരുന്ന ആളുകളടക്കമുള്ള നല്ലൊരു ടീമുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രവർത്തകർ നല്ല ആവേശത്തിലാണ്. നിങ്ങൾ ഏതാളോട് ചോദിച്ചാലും കോൺഗ്രസ്സുകാർ ഇത്രയും ഉണർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഇലക്ഷൻ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. സ്ലിപ്പുകൾ വീട്ടിലെത്തുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ എൻ്റെ പ്രവർത്തകരെ ഒരു 12 മണിക്ക് വിളിച്ചാൽ പറയും ഇന്ന് സാറെ ഡിസ്റ്റർബ് ചെയ്ത് സ്ലിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഇങ്ങനൊരു ആവേശം ഇതുവരെ കണ്ടിട്ടില്ല. നന്നായിട്ട് തന്നെ ഭവിക്കും. ഇത്തവണ 45 വർഷത്തെ ഈ ഭരണം ആളുകൾക്ക് മാറണം എന്നൊരാഗ്രഹമുണ്ട്. അതിനുള്ള പരിഹാരം BJP അല്ല എന്നുള്ളത് ആളുകൾക്കറിയാം. കാരണം BJP ഭരിച്ചിട്ടുള്ള 12 മുനിസിപ്പാലിറ്റിനെ പാലക്കാടിൻ്റെ അവസ്ഥ ഞങ്ങൾ കണ്ടതാണ്. സ്വന്തം പാർട്ടിക്കാർ പോലും അവരുടെ ഏറ്റവും മികച്ച കൗൺസിലറായിരുന്ന തിരുമന അനിച്ചേട്ടന് പോലും ജീവൻ സംരക്ഷണം നിൽക്കാൻ പറ്റുന്ന ആളുകളാണ്. ഇത്തവണ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇവിടെ കോൺഗ്രസ് തന്നെ UDFൻ്റെ തന്നെ ഒരു മികച്ച കോർപ്പറേഷൻ ഭരണം ഉണ്ടാകും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. ഏത് രീതിയിലുള്ള തീരുമാനങ്ങളും തന്ത്രങ്ങളും ഒക്കെയാണ് പറയുന്നത്? ശ്രീ K മുരളീധരൻ്റെ സാന്നിധ്യം എന്ത് ചേഞ്ചാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഈ പറഞ്ഞ ചേഞ്ച് അതിലൊരു ഫാക്ടറാണോ? തീർച്ചയായിട്ടും ശ്രീ K മുരളീധരനാണ് ഇലക്ഷൻ്റെ കാര്യങ്ങളെല്ലാം നയിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണ്ണയം മുതൽക്കുള്ള നമ്മുടെ പ്രചരണ ജാഥ മുതൽക്കുള്ള പിന്നെ എല്ലാ വാർഡുകളുടെ കാര്യങ്ങളും വളരെ സീരിയസ് ആയിട്ടുള്ള ഇതുവരെ കോൺഗ്രസ് നടത്താത്ത, നമുക്ക് എല്ലാം വെളിയിൽ പറയാൻ കഴിയുകയില്ല, പക്ഷേ വളരെ ഒരു എനിക്കൊക്കെ ഒരല്പം നേരത്തെ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ഒരു കൃത്യമായിട്ടുള്ള വർക്ക് ഇതുവരെ നടന്നിട്ടില്ല. അതിന് ഗുണം കിട്ടും എന്നെൻ്റെ വിശ്വാസം. ഇപ്പോൾ ജനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നേരിട്ട് ജനങ്ങളുമായിട്ട് ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞു. അവരുടെയൊക്കെ സംഭാഷണത്തിൽ നിന്നും ബോഡി ലാംഗ്വേജിൽ നിന്നും എന്താണ് മനസ്സിലാക്കുന്നത്? അവരുടെ മനസ്സിലുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഇഷ്യൂസ് എന്തൊക്കെയാണ്? ഇപ്പോൾ കോർപ്പറേഷൻ്റെ മെയിൻ ഇഷ്യൂ ആൾക്കാർ തെരുവുനായ ശല്യം തന്നെയാണ്. ഏത് വീട്ടിൽ ചെന്നാലും. കാരണം ആൾക്കാർ ഗേറ്റ്, നമ്മൾ വീട് ഗേറ്റ് തുറന്ന് പോകുമ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ പറയുന്നത് സാറേ ഗേറ്റ് നിറച്ചേക്കണം, അല്ലെങ്കിൽ പട്ടി കയറുന്നുള്ളൂ. ഈ തെരുവുനായ ശല്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇപ്പം ഞാൻ തന്നെ, എൻ്റെ മകൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. എൻ്റെ വീട്ടിലും രാത്രി ഞാനിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് 12 മണിക്ക് എത്തുമ്പോഴത്തേക്കും എൻ്റെ വീട്ടിൻ്റെ മുറ്റത്താണ് 8 പട്ടി കിടക്കുന്നത്. അവർ മാറിയാൽ എനിക്ക് കയറാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തെരുവുനായ ശല്യം ബിഗസ്റ്റ് വിഷയമാണ്. പിന്നെ ഈ കോർപ്പറേഷനിൽ ഇവരുടെ അഴിമതി ജനങ്ങൾ കാര്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ശബരിമല വിഷയം ശരിക്കും സംസാരിക്കും ജനങ്ങൾ ഇതെല്ലാ ദിവസവും TV കാണുന്നതല്ലേ. അത് രാഷ്ട്രീയം പറയുകയില്ല. ഈ അയ്യപ്പൻ്റെ, അത് ഹിന്ദുക്കൾ മാത്രമല്ല, അയ്യപ്പൻ്റെ പണം കട്ട ആൾക്കാർ ഇനിയും എന്തും കക്കും എന്നാണ് പറയുന്നത്. ഈ കക്കുന്നതിനൊരു ലിമിറ്റില്ലേ എന്ന് പറയത്തില്ലേ. അയ്യപ്പൻ്റെ പണം കട്ട ആൾക്കാർ അവരിനിയും അവരെന്തുമാത്രം നീചരായിരിക്കും എന്നാണ് ദൈവത്തിൻ്റെ, അതെല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ വാദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, ആരെയും സംരക്ഷിക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ വേറൊരു സംശയമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ, ഇടതുപക്ഷത്തിനെതിരെ നിൽക്കുമ്പോൾ മറ്റൊരു സംഭവം അവിടെ സംഭവിക്കുകയാണ്, അവിടെ ഉയർന്നു വരികയാണ്. കാരണം വിവാദമായി മറ്റെന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോവുകയാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, അവർക്കെതിരെ ഈ ശബരിമല വിഷയം വന്ന് 2 അറസ്റ്റ് നടന്നപ്പോഴത്തേക്കും ഉടനെ അവർ മറ്റൊരു വിവാദ വിഷയം ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്, അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. സംസാരിക്കുമ്പോൾ ആളുകൾ അത് അതിൻ്റെ പൊളിറ്റിക്സിൻ്റെ കാര്യങ്ങൾ ജനങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആ വിഷയത്തിലൊക്കെ പാർട്ടി കറക്റ്റ് നിലപാടെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ക്ലിയറാണ്. ഓക്കെ, അതായത് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഡ്രസ് റിഹേഴ്സൽ എന്നാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കുന്നത്. അത്രയും നിർണായകമാണ്. ഇപ്പോൾ UDFനുള്ളിൽ അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും മുന്നോട്ട് പോകുമെന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഇത്തവണ നോക്കിയോ,
കോർപ്പറേഷനുകളിൽ അത്ഭുതം സംഭവിക്കും. കണ്ണൂർ കോർപ്പറേഷൻ UDF നിലനിർത്തും, തൃശ്ശൂർ വിജയിക്കും, കൊച്ചി തിരികെ പിടിക്കും, തിരുവനന്തപുരം തിരികെ പിടിക്കും. കൊല്ലം പോലത്തെ കോർപ്പറേഷനിൽ വലിയ ഫൈറ്റ് നടക്കുകയാണ്, കോഴിക്കോട് ഉൾപ്പെടെയുള്ളത്. അതാണ് പറഞ്ഞത്, കോർപ്പറേഷനുകളിൽ വലിയ അത്ഭുതം സംഭവിക്കും, ജില്ലാ പഞ്ചായത്തുകളിൽ വലിയ അത്ഭുതം സംഭവിക്കും. ബ്ലോക്കിൽ ഈ ഉള്ള 145 ബ്ലോക്കിൽ 90 ബ്ലോക്കുകളിൽ കൂടുതൽ UDFനായിരിക്കും വരുന്നത്. ഗ്രാമപഞ്ചായത്തുകളിൽ വലിയ മാറ്റം ഉണ്ടാകും. കാരണം ഈ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഈ 3 ജില്ലകളിലും റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. അവിടെയൊക്കെ പിടിക്കാൻ സാധിച്ചാൽ മാത്രമാണ് എനിക്ക് തോന്നുന്നു UDFന് ഒരു കുതിപ്പ് നടത്താൻ സാധിക്കുക. നിയമസഭ അതായത് പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള പ്ലാനുണ്ട്. നിയമസഭാ കാര്യത്തിൻ്റെ പ്ലാനൊക്കെ 13-ന് ശേഷം പ്രഖ്യാപിക്കും, പാർട്ടി പ്രഖ്യാപിക്കും. പക്ഷേ വി ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ട്രാക്കാണ്, വളരെ ശക്തമായിട്ട് പോവുകയാണ്. വി ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. എങ്കിലും ചിലപ്പോഴൊക്കെ തന്നെ ചില അധികാരങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ച് കോർപ്പറേഷനിലെ ഒരു സ്ഥാനാർത്ഥിയുടെ മത്സരത്തിന് പോലും തടസ്സമിടാൻ സാധിച്ചു എന്നൊരു കോടതി ഇടപെടേണ്ടി വന്നു. മേയറുടെ ഓഫീസ് ഇടപെട്ടിട്ടാണ് മേയറുടെ ഓഫീസ് ഉദ്യോഗസ്ഥർക്ക് എന്ത് ലോക്കൽ സ്റ്റാൻഡ് ആയുള്ളത്. അവർ വന്നാണ് ഇവിടെ വൈഷ്ണയുടെ വോട്ട് മാറ്റാൻ നോക്കിയത്. എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ നോക്കുമ്പോൾ പല വോട്ടുകളും, ഇപ്പം ഞാനിപ്പം എൻ്റെ ഓഫീസിൽ ഡെയിലി ആളുകൾ വരുന്നുണ്ട്, പല ആളുകൾക്കും വോട്ട് കാണുന്നില്ല. അപ്പോൾ ഇതൊരു, ഞാൻ പറഞ്ഞില്ലേ, ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടിക ഇവരുടെ തറവാട് സ്വത്തായിട്ട് മാറ്റി വെച്ചേക്കാണ്. പക്ഷെ നമ്മളിത്തവരെ വോട്ട് ചോരി കാര്യങ്ങളൊക്കെ ഞാൻ അന്ന് 2 ദിവസമായിട്ട് നമ്മൾ പുറകെ നടന്ന് ഓരോ വാർഡിലും നമുക്ക് സംശയമുള്ള വോട്ടുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും 2 വോട്ട് ചെയ്യാൻ വന്നാൽ കൃത്യമായിട്ടുള്ള ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. അതുകൊണ്ട് ഇത് കാണുന്ന ഒന്നുകൂടി വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഇടതുപക്ഷക്കാരോടും BJPക്കാരോടും നിങ്ങൾ അങ്ങനെ കൃത്യമായിട്ട് നിങ്ങളെ പോലീസിനെ ഹാൻഡ് ഓവർ ചെയ്യും. തെളിവ് സഹിതം. കാരണം ഈ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ എത്രയോ വോട്ട് അധികമുണ്ട്, ഇരട്ട വോട്ടായിട്ട്. അത് കോർപ്പറേഷൻ്റെ പലതും സത്യമാണ്. ഈ കോർപ്പറേഷൻ ഇലക്ഷന് വേണ്ടി വോട്ട് ചെയ്യാൻ വരുന്ന മാത്രം ഒത്തിരി ആൾക്കാർ തിരുവനന്തപുരം കോർപ്പറേഷനുണ്ട്. അവരാരാണ് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ വോട്ടർ പട്ടിക പേര് കാണും. അവർ ഈ കോർപ്പറേഷൻ ദിവസം വോട്ട് ചെയ്തിട്ട് വരും, പിന്നെ പോകും. നമുക്ക് ഈ സ്ലിപ്പ് കൊടുക്കുമ്പോൾ അറിയാം ഇതൊക്കെ ആരാണ്. ഇതൊക്കെ അതായത് ഇനിയൊന്ന് നമ്മളിപ്പം പറയട്ടെ, നീ ഒന്ന് സ്റ്റഡി ചെയ്ത് മുന്നോട്ട് പോകണം. നിയമസഭയ്ക്ക് കുഴപ്പമില്ല, വോട്ടർ ID കാർഡല്ലേ, ഇതിനകത്ത് എന്തോ ഒരു SCC കാർഡ്, വോട്ടർ ID കാർഡ് സാങ്ക്ടിറ്റി ഇല്ലല്ലോ, പേരെല്ലാം അബദ്ധ ജഡിലോ ആണ്. ഓക്കെ. അതുകൊണ്ട് ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടർ പട്ടിക ഒരു അബദ്ധ പഞ്ചാംഗമാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ എല്ലാവരുടെയും പേര്. ഇതിപ്പോൾ ഞാൻ ഇന്നലെ അവരുടെ സ്പെല്ലിംഗ് തെറ്റായിട്ടവർക്ക് പേടിയാണ് വോട്ട് ചെയ്യാമെന്ന ഒരു. ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല, നിങ്ങളുടെ ഫോട്ടോ ഉണ്ടല്ലോ. അതെ അതെ, അതൊക്കെ ഇഷ്ടം വെച്ചാൽ ചുമ്മാ ഇരുന്ന് പേര് എഴുതിയേക്കുന്ന പോലെ. ഓക്കെ. ഇതിപ്പോൾ കേരളം രാഷ്ട്രീയ ഭേദമന്യേ അംഗീകരിച്ച ഒരു പൊളിറ്റീഷ്യൻ്റെ മകനായി, G. കാർത്തികേയൻ സാറിൻ്റെ മകനായി ജനിച്ചു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ചെറുപ്പം മുതൽ അതാണ് കണ്ടു വളരുന്നത്. അത് എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? അദ്ദേഹം ഉപദേശം തന്നിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ? പൊളിറ്റിക്കൽ ഉപദേശം തന്നിട്ടില്ല. പക്ഷെ എന്നാൽ അച്ഛൻ്റെ ഒരു നിലപാട് എല്ലാ കാര്യത്തിലും ഒരു വലിയൊരു, അച്ഛൻ ഒരു കാര്യത്തിൽ വലുതായിട്ട് ആനന്ദിക്കുകയോ വലുതായിട്ട് വിഷമിക്കുന്ന ഒരാളല്ലായിരുന്നു. എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഡോണ്ട് റൺ ഇൻസൈഡ് ദ വെഹിക്കിൾ. ഓക്കെ. അച്ഛൻ എപ്പോഴും പറയുന്ന ശരി, ഒരു വണ്ടിക്കകത്ത് കയറിയാൽ ആ വണ്ടിയോട് എത്തിക്കോളൂ, ആ വണ്ടിക്കകത്ത് കിടന്ന് ഓടിയിട്ട് കാര്യമില്ല. എനിക്കെൻ്റെ പല സുഹൃത്തുക്കളോടും പറയാനുള്ളത്, നിങ്ങൾ ആ വണ്ടിക്കകത്ത് ഇരിക്കുക, ആ സമയത്ത് നിങ്ങൾ എത്തിക്കോളൂ. അതിനകത്ത് കയറി നിങ്ങൾ ഈ ഓടുമ്പോഴും വേറെ ഉണ്ടാക്കുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഓക്കെ. എല്ലാവർക്കും ഉള്ള സ്ഥലം ഈ പാർട്ടിക്കകത്തുണ്ട്. വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അതായത് ഒരു വളരെ നല്ല ഒരു തിളക്കമുള്ള കോർപ്പറേറ്റ് ലോകത്ത് നിന്നാണ് വന്നത്, അത് എല്ലാവർക്കും അറിയാം. അവിടെ നിന്ന് പൊളിറ്റിക്കൽ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് മറ്റൊരു പോസ്റ്റ് ഞാൻ കണ്ടു, അഭിഭാഷകനായി. അതിനെ വളരെ വളരെ എനിക്ക് തോന്നുന്നു വളരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു. അതെ അതെ, എനിക്ക് നമ്മൾ ഈ മരണം വരെ ഒരു അക്കാഡമിക് മരണം വരെ വിദ്യാർത്ഥി എന്നുള്ള പോളിസിക്കാരനാണ് ഞാൻ. അപ്പോൾ ഞാനിപ്പം BTech കഴിഞ്ഞു, CETയിലാണ് പഠിച്ചത്, പിന്നെ MBA കഴിഞ്ഞു. അതിനിടയ്ക്ക് ഈ നിയമസഭാ ഇലക്ഷന് ശേഷമുള്ള ഗ്യാപ്പിൽ ലോയിന് അക്കാഡമി കയറി, അത് കഴിഞ്ഞു. ഇപ്പോൾ എയ്ബിൻ്റെ പരീക്ഷ എഴുതി ഇടയ്ക്ക് വന്ന്, AB പരീക്ഷ എഴുതിയാലേ നമുക്കിനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അതെ. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും ഒരു LLM-ഉം പിന്നെ മരിക്കുന്നതിന് മുമ്പൊക്കെ ഒരു വിദേശത്ത് പോയൊരു കോഴ്സൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ പറയുക, ഒരു വിദ്യാഭ്യാസം എന്നുള്ളത് അവസാന നിമിഷം വരെയുള്ള ഒരു കാര്യമായിരിക്കും. അതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും പല കാര്യങ്ങളും പഠിക്കാം. അപ്പോൾ എനിക്ക് പക്ഷേ എൻ്റെ ഗുണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ടെക്നോളജിയിൽ ഞാൻ കോർപ്പറേറ്റീവ് വർക്ക് ചെയ്ത ഒരാളാണ്, ഞാൻ സോഷ്യൽ സെക്ടറിൽ വർക്ക് ചെയ്ത ഒരാളാണ്, CETയിൽ ടെക്നോളജി പഠിച്ച ഒരാളാണ്, പിന്നെ അഭിഭാഷകനാണ്, രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ഇൻ്റർസെക്ഷനിൽ കാര്യങ്ങളെ കാണാൻ പറ്റും.
അപ്പോൾ എനിക്കുള്ളൊരു അഡ്വാൻറ്റേജ് ഞാൻ ഫീൽ ചെയ്യുന്നത് പക്ഷേ ഒരു പക്കാ രാഷ്ട്രീയക്കാരൻ കാണുന്ന രീതിയിലായിരിക്കില്ല കാര്യങ്ങളെ കാണുന്നത്. അതിന് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ഇപ്പോൾ ഒരു അഭിഭാഷകൻ കൂടി ആയതോടുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളെ ആ ആംഗിളിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. പോലീസ് കേസ് അടക്കമുള്ള കാര്യങ്ങളെ നാട്ടുകാർ കാണാത്ത ഒരു ഡയമെൻഷൻ കൂടെ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് കൂടുതൽ വിദ്യ നേടുന്നത് കാര്യങ്ങളെ കൂടുതൽ പെർസ്പെക്റ്റീവ് കാണാൻ പറ്റുന്ന ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്നാൽ ഞാൻ എല്ലാത്തിനും അറിയാവുന്ന ആളാണെന്നുള്ള അഹങ്കാരം ഞാൻ വെക്കുന്നില്ല. തീർച്ചയായിട്ടും ഓരോ കാര്യങ്ങളും നമ്മൾ സോഴ്സിൽ പോയി അതിൻ്റെ കാരണം മനസ്സിലാക്കി കൃത്യമായി അഡ്രസ്സ് ചെയ്യേണ്ട ഒന്നാണ് പൊളിറ്റിക്സ്. എപ്പോഴും ആക്റ്റീവ് ആയിരിക്കേണ്ടതാണ്. എല്ലാവരുടെയും ഒപ്പമുണ്ട് എന്ന് നമ്മൾ ബോധ്യമാക്കി കൊടുക്കണം. ആ ഒരു രീതിയിലേക്ക് അങ്ങ് പോകുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യം. കാരണം ഇപ്പോഴത്തെ യുവ പൊളിറ്റീഷ്യൻസ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ആയിരിക്കണം എന്ന് കാലം ആഗ്രഹിക്കുന്നുണ്ട്, ഡിമാൻഡ് ചെയ്യുന്നുണ്ട് കാലം. അല്ല, അതിനകത്ത് എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ റീൽസും ഒക്കെ വേണം, ഇന്നത്തെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഗ്രൗണ്ടിൽ നമുക്കൊരു ബന്ധം ഉണ്ടാകണം. എനിക്ക് ഗ്രൗണ്ടിൽ നമുക്ക് ബന്ധമില്ലാത്തതാണ് പല ആളുകളുടെയും ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ കോർപ്പറേഷൻ മത്സരിക്കാൻ തീരുമാനമെടുത്തത് എനിക്ക് ഗ്രൗണ്ടിൽ അത്യാവശ്യം അവിടെ ബന്ധമുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ്. അപ്പം നമ്മൾ സോഷ്യൽ മീഡിയയും റീൽസും ഒക്കെ ഉണ്ടാകുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഗ്രൗണ്ടിൽ ബന്ധമില്ലാതെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങിയിട്ട് നമുക്ക് കാര്യമില്ല. അതെ 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 അത് അവിടെ പോയപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു കൺസേൺസ് ഉയർന്നു വന്നിട്ടുണ്ട്? അതായത് ഈ BJPക്ക് വോട്ട് കൂടുന്നു, BJP ഉയർന്നു വരുന്ന ഒരു തലത്തിലേക്ക്, അതായത് അവരുടെ വോട്ട് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. BJP വളരുന്നുണ്ട്. പക്ഷേ ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജയിക്കാൻ പോകുന്നത് UDF ആയിരിക്കും, ഒരു സംശയം വേണ്ട. ഓക്കെ. എന്തായാലും ഇത്രയും സമയം ഈ തിരക്കിനിടയിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ചത് വളരെയധികം നന്ദി. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. എന്തായാലും അഡ്വക്കേറ്റ് KS ശബരീനാഥന് കൃത്യമായ വിഷനുണ്ട്. അദ്ദേഹം ഫോക്കസ്ഡാണ്. എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയാം. നാട് ഇന്ന് ആഗ്രഹിക്കുന്ന, ഇന്ന് ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, വികസനം എന്തൊക്കെയാണെന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.